ശ്രീ രാജേന്ദ്രൻ മന്ദലം കഴിഞ്ഞ വർഷം പുതുവർഷം തുടങ്ങിയപ്പോൾ ഒരു ദുഃഖവാർത്തയാണ് നമ്മുടെ MLA ഉമാ തോമസിന് ഒരു അപകടം ഉണ്ടായത്. പക്ഷെ അപകടം നില തരണം ചെയ്ത് തിരിച്ച് ജീവിതത്തിലേക്ക് പറഞ്ഞുണ്ട്. പക്ഷെ എന്റെ ഒരു സംശയം ഇതാണ്, ഈ ഉമാ തോമസ് നടന്ന അപകടത്തിൽ ഇതുവരെ ദിവ്യ ഉണ്ണി ചോദ്യം ചെയ്തിട്ടില്ല. ദിവ്യ ഉണ്ണിയായിരുന്നു അതിന് മെയിൻ പ്രധാന ഘടകം. ഒരുപാട് വിവാദം നടത്തുന്നുണ്ട് അതില്. പക്ഷെ മറ്റൊരു കാര്യം, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് താങ്കൾക്ക് ഓർമ്മയുണ്ട്, പുഷ്പ 2 എന്ന സിനിമയുടെ റിലീസിംഗ് അന്ന് അല്ലു അർജുൻ തിയേറ്ററിൽ വന്നപ്പോൾ അവിടെ അടി നടക്കുകയും ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു. ആ കേസിൽ അല്ലു അർജുനനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഒരു ദിവസം ജയിലിലാക്കി. അതും ആ പുഷ്പയുടെ ഇതും ഈ ഉമാ തോമസ് വന്നിട്ട് പല രണ്ടും ഒരേപോലെയല്ലേ? തീർച്ചയായിട്ടും അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമാണിത്. കാരണം അവിടെ ജനങ്ങൾ ഇടിച്ചു കയറുകയായിരുന്നു അപ്രതീക്ഷിതമായിട്ട്. ഇതങ്ങനെയല്ല. ഇത്രയും പേര് വരുമെന്ന് ഇവർക്ക് നേരത്തെ മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും അതിന്റെ യാതൊരു വിധമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകളും എടുത്തിട്ടില്ല. ഇതിന്റെ സംഘാടകരായിട്ടുള്ള മൃദംഗ വിഷൻ അവർക്ക് ലാഭം കിട്ടുക എന്നുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ട് ഒരു മെഗാ ഷോ നടത്തുകയാണ്. ഇവിടെ ആദ്യം മുതലേ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്തിന്റെ മെഗാ ഷോയാണിത്? അതായത് ഭരതനാട്യം പരിപാടിയുടെ മെഗാ ഷോ. ഈ ഭരതനാട്യം എന്ന് പറയുന്നത് ഇങ്ങനെ മെഗാ ഷോ കാണിച്ച് പ്രകടിപ്പിക്കാൻ ഉള്ള ഒരു അനുഷ്ഠാന കലയാണോ അത്? വാസ്തവത്തിലല്ല. അതിന്റെ സ്പിരിറ്റിനെതിരാണത്. ക്ഷേത്രത്തിൽ അരങ്ങേറ്റമൊക്കെ നടത്തിയിട്ട് അതിന്റെ ഭാവുകത്വത്തോടു കൂടി സ്റ്റേജുകളിൽ അവതരിപ്പിക്കേണ്ട ഒരു പരിപാടിയാണ്. അമ്പലങ്ങളിലായാലും പുറത്തായാലും. അല്ല, ഈ മെഗാ ഷോ ആയിട്ട് നടത്തേണ്ട ഒരു പരിപാടിയല്ല അത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെതായിട്ടുള്ള ചിട്ടകളും വഴക്കങ്ങളും ഒക്കെ ഉണ്ട്. വളരെ നിഷ്ഠയോടുകൂടി കലാമണ്ഡലം പോലുള്ള കേന്ദ്രങ്ങളിൽ ഗുരുക്കന്മാരുടെ കീഴിൽ സാധകം അല്ലെങ്കിൽ സാധന ചെയ്യേണ്ട ഒന്നാണത്. അതൊക്കെ ഇങ്ങനെ മെഗാ ഷോ ആയിട്ട് അവതരിപ്പിക്കുക. രണ്ടാമത് എന്തിനു വേണ്ടി? അതായത് ഗിന്നസ് ബുക്കിൽ പേര് വരാൻ വേണ്ടിയിട്ട്, അതിൽ റെക്കോർഡ് വരാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഈ മാരത്തോൺ ഓട്ടം പോലെ കളിക്കേണ്ട ഒന്നല്ലത്. അതിന്റെ ചിട്ടയ്ക്കും വഴിക്കും ശരിയായിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിക്കേണ്ട ഒന്നാണ്. മെഗാ ഷോ ആകുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പലരും പല രീതിയിൽ അത് തെറ്റിച്ചു കൊണ്ടുമൊക്കെ ചെയ്യും. വാസ്തവത്തിൽ അത് ഗുരുനിന്ദയായിട്ടാണ് അത് പഠിക്കുന്ന അറിയാവുന്ന ആൾക്കാർ പറയുന്നത്. അതാണ് അവിടെ വന്നിരിക്കുന്ന ഗുരുനിന്ദ. ആ ഗുരുനിന്ദ നടത്തിക്കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ആ 15 അടി പൊക്കത്തിൽ സ്റ്റേജ് കെട്ടുക. അതെന്തൊരു മഹാ വിഡ്ഢിത്തമാണ് കാണിച്ചത്. സാമാന്യ ബുദ്ധി പോരെ? എക്സ്പെർട്ടുകൾ വേണ്ട, പോലീസും പരിശോധിക്കണ്ട. ഈ സംഘാടകർ തന്നെ പരിശോധിച്ച 15 അടി ഉയരമുള്ള, അതായത് 3 പൊക്കമുള്ള ഒരു സ്ഥലത്ത് നിന്ന് വീണ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതിനടിയിൽ ഒരു വലിയ കോൺക്രീറ്റ് സ്ലാബ് തല കുത്തി വീണ് കഴിഞ്ഞാൽ ഇത് കൊക്കയിലൊക്കെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഉമാ തോമസ് പരിക്ക് പറ്റുക വീണ് വിഷ്വൽ സമൂഹ മാധ്യമത്തിൽ പറഞ്ഞുണ്ട്. അതായത് ഒട്ടും നിൽക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലമാണത്. കാരണം ചെറിയ സ്ഥലത്ത് 2 വരി കസേര, 1 വരി കസേര ഇട്ടാൽ മതിയായിരുന്നല്ലോ അവിടെ. അതെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് കയറി വരുന്നിടത്ത് പോലും അംഗപരിമിതി ഉള്ളവരെ ലാക്കാക്കിക്കൊണ്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് റാമ്പ് വേണമെന്നാണ് നിർബന്ധം. സ്റ്റേജിൽ ഇപ്പോൾ പോട്ടെ, റാമ്പ് വേണ്ട, പക്ഷെ പിടിക്കാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു കൈപ്പിടിയെങ്കിലും വേണ്ടിയിരുന്നില്ലേ? ഒരു കൈനിലയെങ്കിലും വേണ്ടിയിരുന്നില്ലേ? അതൊന്നുമില്ല. എന്നിട്ടും ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുക. റിബൺ വെച്ച് സ്റ്റീൽ കമ്പികൾ ഉറപ്പിച്ചിരിക്കുക. ഈ റിബണിലാണ് അവർ കയറി പിടിച്ചത്. ആ പിടിച്ചതാണ് അബദ്ധമായ. റിബൺ ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, മുന്നിൽ പിടിക്കാനൊന്നും ഇല്ലായിരുന്നു എങ്കിൽ കുഴപ്പം വരില്ല. ഭംഗിക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, ഭംഗിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. എന്നിട്ടോ ഇതിന്റെ മാസ്റ്റർ ഡാൻസർ ആരാണ്? ദിവ്യ ഉണ്ണി. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും തടിച്ചുകൂടിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരാൾ വരുമ്പോൾ അതിന്റെ മുൻകരുതലുകൾ വേണ്ടേ? അവർക്കറിയാം ഇത്ര പേര് വരും എന്നുള്ളതിന്റെ അതിന്റെ സംഘാടകനായിട്ടുള്ള മൃദംഗ വിഷന്റെ ഡയറക്ടറായിട്ടുള്ള നികോഷ് കുമാർ പറയുന്നുണ്ട്. അവരെല്ലാം കണക്ക് കൂട്ടി വെച്ചു. എന്നിട്ടും സുരക്ഷാ മാനദണ്ഡം പുലർത്തിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടുത്തെ കോർപ്പറേഷൻ ഒരു ടാക്സ് അടയ്ക്കേണ്ടതാണ്, ആ ടാക്സ് അടച്ചിട്ടില്ല. GST ആയിട്ട് പൈസ എടുത്തു എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. GST വേറെ, കോർപ്പറേഷൻ അടയ്ക്കാൻ വിനോദ നികുതി വേറെ. ഇതൊന്നും പരിപാലിക്കാതെ, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ ഉമാ തോമസിനെ പോലെ 15 അടി താഴ്ചയിലേക്ക് വീഴും. ഒരു സാധാരണ ആൾ പോലും വീണ് കഴിഞ്ഞാൽ അത് എടുക്കേണ്ടതിനൊരു രീതിയുണ്ട്. അതിനാണ് ഈ ആംബുലൻസിലൊക്കെ നമ്മൾ സ്ട്രെച്ചർ കൊണ്ടുവരുന്നത്. എന്തിനാ സ്ട്രെച്ചർ? സ്ട്രെച്ച് ചെയ്യാൻ. സ്ട്രെച്ച് ചെയ്യുന്നത് എന്തിനാ? നടുവിന് കുഴപ്പം വരാതിരിക്കാൻ. ഇത് വളച്ചും പിടിച്ചും പലരും ചേർന്ന് അവിടെ ഇവിടെയും പിടിച്ച് ശരീരത്തിന്റെ നട്ടെല്ല് തൂങ്ങിക്കിടന്നുണ്ടല്ലോ, ആ നട്ടെല്ലിന്റെ ഭാഗങ്ങൾ കയറി ശരീരഭാഗങ്ങൾ ഹൃദയത്തിൽ വരെയാകാം. ഇതിപ്പോ ശ്വാസകോശത്തിലേ ഉള്ളൂ, വാരിയല്ലുകളാണ്. ശ്വാസകോശത്തിൽ ചെന്ന് കൊണ്ടു. അതെങ്ങനെ സംഭവിച്ചു? ഡോക്ടർമാർ സമ്മതിക്കുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. ആ ശ്വാസകോശത്തിൽ ഈ വാരിയല്ല് കൊള്ളണമെങ്കിൽ അതിന്റെ അർത്ഥം ഇത് എടുത്തുകൊണ്ട് പോയി എന്ന് അവകാശപ്പെട്ടല്ലോ. ഞങ്ങളെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയെന്ന് വലിയ വീരവാദം മുടക്കി. ആ എടുത്തുകൊണ്ട് പോയത് എടുത്തതിന്റെ കുഴപ്പമാണ്.
നടുവ് നിവർന്ന് തന്നെ ആയിരിക്കണം. നടുവിന് യാതൊരു കുനിവും വളവും ഉണ്ടാവരുത് എടുക്കുന്ന സമയത്ത്. അതിനാ സ്ട്രെച്ചർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ താങ്ങ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ പ്രഷറോട് കൂടി എത്തണം.